ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് കൈമനത്തുള്ള KTM ഷോറൂമിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ BS6 പുതിയ വേരിയൻ്റായ 319 250 ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. സോ വണ്ടികൾ നമ്മൾ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് നമ്മളെ ഒരു ഫേമസ് യൂട്യൂബർ, നമ്മുടെ ഒരു ചങ്ക് ചേട്ടനും കൂടെ ഒരു ബ്രോ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ബ്രോയിനും എല്ലാവർക്കും കാണിച്ചു തരാം, എല്ലാവർക്കും അറിയായിരിക്കും. സോ നമ്മുടെ മൂസയൊക്കെയാണ്, നമ്മുടെ ഹിമാലയൻ മൂസയാണ്. നമ്മുടെ അതായത് എനിക്ക് ബ്രോയിന് നേരത്തെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ വന്ന് ബ്രോയിനെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ബ്രോയ്ക്ക് എന്ത് പറയാൻ, അടിപൊളിയായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോസ് എല്ലാവരും കണ്ടിന്യൂസ് ഒക്കെ ആണ്, നമ്മുടെ മച്ചാനെ സപ്പോർട്ട് ചെയ്യുക. അടിപൊളി വീഡിയോസൊക്കെയാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് കരമന നമ്മുടെ KTM ഷോറൂമിലുള്ള ഇവിടെ നമ്മൾ ഏറ്റവും പുതിയ ഡ്യൂക്ക് 390 ലോഞ്ചിനാണ് നമ്മളെല്ലാവരും കൂടെ പവറൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇനാഗുറേഷൻ പരിപാടിയിലേക്കാണ്. ഓക്കെ, സോ ഗൈസ്, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഇതാണ് ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള വണ്ടികളായിട്ട് നമ്മുടെ പുതിയ 250 പുതിയ 390 ആണ് ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള. പിന്നെ ഈ സൈഡിൽ നമ്മുടെ വണ്ടികളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പോൾ വലിയ ക്രൗഡൊന്നും ഇല്ല, കാരണം പുറത്ത് നല്ല മഴയാണ്, വലിയ ക്രൗഡൊന്നുമില്ല. എന്നാലും ആൾക്കാർ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സോ നമുക്ക് എന്തായാലും വൈകാതെ തന്നെ ഇവിടെ നമ്മുടെ അൺബോക്സിങ്, തുണിപ്പൊക്കൽ ചടങ്ങ് കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ടൈം വന്നിട്ട് 5:03 5:30 ഇവിടെ ടൈം പറഞ്ഞിട്ടുള്ള കേട്ടോ. അപ്പോൾ നമ്മുടെ ഹിമാലയൻ മൂസയ്ക്ക് എല്ലാവരും നമ്മളോട് ഉണ്ട് കേട്ടോ. നമുക്ക് വൻ സപ്പോർട്ടായിട്ടൊക്കെയാണ് ഹിമാലയൻ മൂസയ്ക്ക് ഉള്ള. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇവിടെ നല്ല ക്രൗഡൊക്കെ ആയിട്ട് നമുക്ക് അൺബോക്സിങ്, അതായത് തുണിപ്പൊക്കൽ ചടങ്ങിലോട്ട് വരാൻ കേട്ടോ. ഗൈസ്, പിന്നെ ഷോറൂമിലൊന്ന് പവറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു BS3 390 BS4 390 കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചുമ്മാ പവറേഷ്. We launched the new Duke 390 Gen 2 and of course ഇതുമാതിരി കംപ്ലൈന്റ് KTM വന്നിട്ടില്ല. വണ്ടിയുടെ ക്വാളിറ്റിനെ പറ്റിയിട്ടല്ല, വണ്ടിക്ക് പവറില്ല, പുള്ളിങ് കുറഞ്ഞു, 390 പിടിച്ചു നിൽക്കാൻ, ഫസ്റ്റ് ജെന്നുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കുറേ കംപ്ലൈൻറ്റ്സ്. കംഫർട്ട് കൂട്ടി, ബട്ട് പീപ്പിൾ ഡിഡ്ന്റ് കെയർ അബൌട്ട് ദാറ്റ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് വി ആർ നൗ ലോഞ്ചിങ് ദ ന്യൂ ഡ്യൂക്ക് 390. ഇതിന്റെ ടാഗ് ലൈൻ വളരെ സിമ്പിൾ ആണ്. നോ ക്ലിക്ക് ബേസ്, നോ ബുൾഷിറ്റ്. വണ്ടി എന്താണ് എന്ന് വണ്ടി കാണുമ്പോൾ മനസ്സിലാവും, ആൻഡ് വണ്ടീനെ പറ്റി ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. ബേസിക്കലി ഒരു സിഗ്നലിലോ ഒരു സ്റ്റാർട്ടിംഗ് ലൈനിൽ നിൽക്കുകയാണെങ്കിൽ വിത്തിൻ 5-10 സെക്കൻഡ്സ് അപ്പുറത്തും ഇപ്പുറത്തും ആരും കാണില്ല. യു വിൽ ഓൺലി സീ ദം ഓൺ ദ മിറർ. ആൻഡ് വൺ മോർ ഗ്യാരണ്ടി ഈസ് ദെയർ ഫ്രം KTM. Gen 1 Duke 390 കൂടെ പിടിച്ചു നിൽക്കും ദ ന്യൂ Gen 3 Duke 390. 0 to 100 it is faster by 0.5 seconds. We have made it more comfortable by reducing the seat height. സോ ഗൈസ്, ഇനി ഇവിടെ വെനം വരാനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ക്രൗഡാണ്. നമുക്ക് പറ്റുമെങ്കിൽ എല്ലാവരുടെയും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ കേട്ടോ ഈ ഒരു ഗ്യാപ്പിൽ. പക്ഷേ വണ്ടി അൺവീൽ ചെയ്തിട്ടില്ല. വണ്ടി അൺവീൽ ചെയ്തിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ക്യാപ്ചർ ചെയ്യാം. സോ നമ്മളിപ്പോൾ വെനം വരാനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 6 മണിയായിട്ടുണ്ട്. സോ ബാക്കി എല്ലാവരും റെഡിയാണ്. നമ്മുടെ ഹിമാലയൻ മൂസൊക്കെ വണ്ടി അൺവീൽ ചെയ്യാനായിട്ട് റെഡിയാണ്. സോ നമുക്കിനി ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ വെനം. സോ ഗൈസ്, ദ വെനം Yeah, Venom, you can come in. Here comes Venom. So this is customers. So guys, the unveil ചെയ്യാനായിട്ട് പോകുന്നു. Rohit, our customer Rohit also is requested to come in. Yes. Rohit, please come in here. Yes. Now we can go for the countdown. 10, 9, 8, 7, 6, 5, 4, 3,
2, and 1, 0. Yes, we can start the vehicle. Feel the power. This is the machine. Feel it down. This is a machine. നമുക്കിതാ ഇവിടെ എല്ലാ കാര്യങ്ങളും നല്ല ക്രൗഡാണ്. എത്രത്തോളം സൗണ്ട് കേൾക്കുന്നുണ്ട്, നല്ല ക്രൗഡാണ്. സോ അൺവെയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാ നമ്മളെ ഇവർ രണ്ടുപേരും എനിക്കറിയാം, രണ്ടുപേരും എനിക്കറിയാം. സോ എന്തായാലും കുറച്ച് ഭയമായിട്ട് പബ്ലിക് ചോദിക്കാൻ ബ്രോ ഇപ്പോഴത്തെ ഈ വണ്ടി തരക്ക് സൃഷ്ടിക്കൂ, പൊളിക്കൂ ചെറുത്. അതാണ് KTMന്റെ പവർ. അത്യാവശ്യം നമുക്ക് കുറച്ച് പേരോട് ചോദിക്കട്ടോ ബ്രോ, പുതിയ വണ്ടി എങ്ങനെ കൊള്ളൂലേ? അതാണ് സെറ്റാണ്. എല്ലാവർക്കും പറയാനുള്ളത് കേട്ടോ. അതായത് നമുക്കിപ്പോൾ നല്ല ക്രൗഡാണ്, കുറച്ച് ക്രൗഡ് കുറഞ്ഞ് നമുക്ക് എല്ലാവരും ചോദിക്കാം കേട്ടോ. Thank the server of Duke Jersey. May I invite Shahid sir to hand over the keys to Mr. Arjun and Mr. Manikandan. Mr. Arjun and Mr. Manikandan is requested to come aside. Here is Mr. Arjun and Mr. Manikandan, who is getting the first key for Duke 250. Thank you Arjun, thank you Manikandan, thank you Aman, thank you Rohit and Roshan. ഗായ്സ് ഈ ബ്രോയാണ് നമ്മുടെ 250യുടെ ഫസ്റ്റത്തെ ഓണർ. സോ ബ്രോ എന്തുകൊണ്ടാണ് ബ്രോ പുതിയ ഡ്യൂക്ക് 250യിലോട്ട് വരാനായിട്ട്? ലുക്കുണ്ട്, പവറുണ്ട്, പിന്നെ അറിയല്ലേ KTM എന്ന് KTMന്റെ ബ്രാൻഡിലാണ് കേട്ടോ പവർ. സോ ഈ ബ്രോയി വന്നിട്ടുള്ള നമ്മുടെ പുതിയ ഡ്യൂക്ക് 250യുടെ ഫസ്റ്റ് ഓണറായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത്. സോ അതായത് ജനറേഷൻ 3യുടെ BS6ന്റെ ഫസ്റ്റ് ഓണറാണ്. സോ ഈ ബ്രോയി പവറേഷാണ് കേട്ടോ. സോ ഗൈസ് ഇവരാണ് കേട്ടോ നമ്മുടെ 390 ഓണേഴ്സ്. അപ്പോൾ ഇവരടുത്ത് രണ്ടുപേരും നമുക്ക് ചോദിക്കാം ബ്രോ എന്തുകൊണ്ടാണ് പുതിയ ജനറേഷൻ 390 തന്നെ എടുക്കാനായിട്ടുള്ള കാരണം? അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് മുതലേ KTMനോട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. KTMന്റെ ഫസ്റ്റ് ജനറേഷൻ വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല. അതിനുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള പവറും അതിനുള്ള ടോർക്കും ഒന്നും ഞാൻ വേറെ ഒരു വണ്ടിയിലും ഫീൽ ചെയ്തിട്ടില്ല. അത്രയ്ക്കും പൊളിയായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. BS3 KTM എൻ്റെ ആദ്യത്തെ അത് വർഷങ്ങൾക്ക് മുന്നേ അപ്പം മുതലേ ഉള്ളിലുള്ള ഒരു ത്വരയാണ് ഈ വണ്ടി എടുക്കണമെന്നുള്ളത്. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അവസരം വന്നു, നല്ലൊരു അവസരം വന്നപ്പോഴത്തേക്ക് വണ്ടി എടുത്തു. അതാണ് ചുമ്മാ ഏറ്റവും പവറേഷ്. ബ്രോ ഞാൻ ഓൾറെഡി BS3 RC 390 എൻ്റെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കസ്റ്റമർ തന്നെ ആയിരുന്നു ട്രിവാൻഡ്രത്തെ. ഫസ്റ്റ് കസ്റ്റമർ അപ്പോഴും ഫസ്റ്റ് കസ്റ്റമർ. അപ്പോഴത്തേക്ക് ആ സമയത്ത് എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല അനുഭവിച്ചറിഞ്ഞിട്ടാണ്. ലൈക്ക് ലാസ്റ്റ് ഡിസംബറിലാണ് ഞാൻ സെയിൽ ചെയ്തത്. പിന്നെ അതിനുശേഷം നോക്കിയപ്പോഴത്തേക്കും ഇപ്പം എല്ലാവരും പറയുന്ന പോലെ BS4 വരുമ്പോഴത്തേക്കും ആ ഒരു ഒരുപാട് വരുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് വരുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും ഞാൻ മറ്റേ പവർ ഡ്രിഫ്റ്റും ഇവരുടെയൊക്കെ വീഡിയോസ് കണ്ടപ്പോഴത്തേക്കും ലൈക്ക് ദേ ആർ സെയിങ് പഴയ ബാക്ക് അതുകൊണ്ടാണ്. സോ ഗൈസ് ഇവർ രണ്ടുപേരാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് 390 പുതിയ അതായത് ഇപ്പോൾ ഇറങ്ങുന്ന BS6 ജനറേഷൻ 3യുടെ ഓണേഴ്സ് കേട്ടോ. 3 വണ്ടിയുണ്ട്. സോ 3 വണ്ടിയാണ് ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയ കേട്ടോ. സോ പവറാണ് കേട്ടോ.
സോ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയും കൊള്ളാടെ പുറകിൽ നല്ല ക്രൗഡാണ്, നല്ല തിരക്കുണ്ട് കേട്ടോ. അതായത് അറിയാമല്ലോ ഇപ്പോൾ നല്ലതായിട്ട് തിരക്കൊക്കെ കയറുന്ന ടൈമാണ്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും വന്നോണ്ട്, ഇപ്പോഴാണ് മഴയൊക്കെ കയറി ഒതുക്കിയായിട്ട്. സോ ഇത്രയും കൊള്ളാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം ഐ ഡിയും പേജും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അതിൽ കയറി എല്ലാവരും ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി ഒന്ന് പവർ ആക്കട്ടെ. സോ ഗൈസ് ഇത്രയും കൊള്ളാം നമ്മുടെ അടുത്തൊരു വീഡിയോ. അതൊരിക്കും ബൈ ബൈ.